ഇസ്രയേലും ഏറ്റവും പ്രധാനപ്പെട്ട അറബി രാജ്യമായ സൗദി അറേബ്യയും തമ്മിൽ എന്ത് എന്നതാണ് ഇപ്പോൾ പലരുടെയും ചുണ്ടിലുള്ള ചോദ്യം. നമുക്കറിയാം, സൗദി അറേബ്യ അറബി ലോകത്തിന്റെ ഒരു നിർണായക സാന്നിധ്യമാണ്, വേണമെങ്കിൽ നേതൃസ്ഥാനത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സമയത്ത് അത് ഇറാഖായിരുന്നു. സദ്ദാം ഹുസൈൻ അറബി ദേശീയതയുടെ വക്താവായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലം. കുറച്ചു കാലം ലിബിയയുടെ കേണൽ ഗദ്ദാഫി അറബി ദേശീയതയുമായി മുന്നോട്ട് പോയി. അതുപോലെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഹോസ്നി മുബാറക് ഞങ്ങളാണ് അറബികളുടെ ദേശീയത പതാക ഏറ്റവും ഉയരെ പറപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പൊ ഈ അറബി ലോകത്ത് പ്രധാനമായും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന പ്രധാന രാജ്യം സൗദി അറേബ്യയാണ്. എക്കാലത്തും സൗദി പ്രാധാന്യമുള്ള രാജ്യം തന്നെയാണ്. സൗദിയുടെ പുതിയ ഭരണാധികാരി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ഒരു പരിഷ്കരണവാദിയാണ്. അപ്പം പുതിയൊരു സിറ്റി വരുന്നു, ദ ലൈൻ എന്ന് പറയുന്ന പുതിയ ഒരു സംവിധാനം വരുന്നു. സൗദിയെ വലിയ തോതിൽ പരിഷ്കരിച്ചെടുക്കുന്ന ഒരു തിരക്കിലാണ് മുഹമ്മദ് ബിൻ സൽമാൻ. അതിന് പണം വേണം. അത് മാത്രമല്ല, സൗദി അറേബ്യയുടെ ആസ്തികളുടെ നല്ലൊരു പങ്കും, ഇപ്പൊ രാജഭരണമുള്ളൊരു സ്ഥലമല്ലേ, അപ്പൊ ആസ്തികളുടെ ഒരു നല്ല പങ്കും രാജാവിന്റെ തന്നെയാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെതാണ്, രാജാവിന്റെയാണ്, പ്രഭു കുടുംബങ്ങളുടെയാണ്. വിവിധ ഗോത്രങ്ങളായി ചിതറി നിൽക്കുന്ന ഒരു സമൂഹമാണ് സൗദി. ഈ ഗോത്ര താല്പര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് സംരക്ഷിക്കുന്നത് സൽമാൻ രാജാവ്, അപ്പോൾ മകൻ മുഹമ്മദ് ബിൻ സൽമാൻ. അപ്പോൾ ഇവരുടെ നിക്ഷേപത്തിന്റെ നല്ല പങ്ക് വിദേശ രാജ്യങ്ങളിലാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ചൈനയല്ല, റഷ്യയല്ല, അവിടെയും ഉണ്ട്. പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമാണ്. അപ്പൊ മറ്ററബ് രാജ്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അമേരിക്കയെ വിട്ടുള്ള ഒരു കളി സൗദി അറേബ്യക്ക് സാധിക്കില്ല. ഇത് നന്നായി അറിയാവുന്നയാളാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം 2016 പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യ സന്ദർശനം നടത്തിയത് ബ്രിട്ടനിലേക്കല്ല. എല്ലാ അമേരിക്കൻ പ്രസിഡന്റും ആസ് എ കസ്റ്റമറി റൂൾ ആദ്യം സന്ദർശനം നടത്തുന്നത് ബ്രിട്ടനിലേക്കാണ്. അതിനുള്ള കാരണം, ബ്രിട്ടനിൽ നിന്ന് വന്ന പിൽഗ്രിം ഫാദേഴ്സ് ആണല്ലോ ആദ്യമായി അമേരിക്കയിൽ എത്തിയ വെള്ളക്കാർ. അപ്പൊ ആ ഒരു ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടനോടുള്ള ഒരു പഴയ സൗഹൃദം, പൂക്കൾക്കൂടി ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ് സിംബോളിക്കായി, പ്രതീകാത്മകമായി അത് ചെയ്യുന്നത്. എന്നാൽ ട്രംപ് ഹാസ് ചോസൻ ടു വിസിറ്റ് ജിദ്ദ ആൻഡ് റിയാദ്. ആദ്യം അധികാരം ഏറ്റെടുക്കുമ്പോൾ സൗദിയിലേക്കാണ് വന്നത്. ഇപ്രാവശ്യവും അങ്ങനെയാകുമെന്ന് ഉറപ്പില്ല. ഉഭയകക്ഷി താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ആദ്യ സ്റ്റെപ്പ് ഒരുപക്ഷെ സൗദിയിലേക്കായാലും അത്ഭുതപ്പെടാനില്ല. മറ്റ് ട്രംപ് ദാവോസിലും മറ്റ് പലയിടങ്ങളിലും പോയെന്നിരിക്കാം, അതൊക്കെ മൾട്ടിലാറ്ററൽ സമ്മിറ്റുകളിൽ പങ്കെടുക്കാനാണ്. പക്ഷെ ആദ്യത്തെ ഔപചാരിക വിദേശ സന്ദർശനം ഒരുപക്ഷെ ഒരു അറബ് രാജ്യത്തേക്കായി കൂടായികയില്ല. അത് തീരുമാനമെടുക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെയുള്ള കാരണം, കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് വന്നു തിരിച്ചു പോയത് $450 ബില്യൺ സൈനിക ഉടമ്പടി അല്ലെങ്കിൽ സൈനിക കരാർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ വെപ്പൺസ്, ഫൈറ്റർ പ്ലെയിൻസ്, മിസൈൽസ് എന്ന് വേണ്ട, എയറിയൽ ഡിഫൻസ് സിസ്റ്റം എന്ന് വേണ്ട സകല ആയുധങ്ങളും വാങ്ങിക്കൂട്ടുകയാണ്, വാരിക്കൂട്ടുകയാണ്, എടുത്തണിയുകയാണ്. സൗദി അറേബ്യ പണമുണ്ട്, പെട്രോ ഡോളേഴ്സ്, അതുപയോഗിച്ച് അടിമുടി സായുധവൽക്കരിക്കുകയാണ് സൗദി അറേബ്യ. അപ്പൊ സൗദി അറേബ്യയുടെ സെക്യൂരിറ്റി ത്രെട്ട് പലപ്പോഴും വരുന്നത് ഇസ്രായേലിൽ നിന്നല്ല, അത് അമേരിക്ക നോക്കിക്കൊള്ളും. ഇസ്രായേൽ അമേരിക്കയുടെ സൗഹൃദ രാജ്യമാണ്, സൗദിയും അമേരിക്കയ്ക്ക് സൗഹൃദമുള്ള രാജ്യമാണ്. ഇവർ തമ്മിൽ ഒരു യുദ്ധമുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. അതേസമയം ഇറാൻ മറുപക്ഷത്ത് നിൽക്കുകയാണ്. ഷിയ സുന്നി വ്യത്യാസമുണ്ട്. അതായത് സൗദി അറേബ്യ എന്ന സുന്നി രാജ്യം, ഇറാൻ എന്ന ഷിയ രാജ്യം, ഇത് തമ്മിൽ പലപ്പോഴും ഭൂപ്പിളമ തർക്കങ്ങളുണ്ട്, വലിയ തർക്കങ്ങളുണ്ട്. അത് പരിഹരിക്കാനായി കഴിഞ്ഞ 2 വർഷം മുൻപ് ഇറാന്റെ സഹായം ഈ 2 രാജ്യങ്ങളും സ്വീകരിച്ചു എന്ന് പറയുന്നത് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ മുഖത്ത് അടിയേൽക്കുന്നതിന് തുല്യമാണ്. അമേരിക്ക ഉണ്ടായിരിക്കെ സൗദി അറേബ്യ ഇറാനുമായി പോയി സൗഹൃദ കരാർ ഒപ്പിട്ട് കളഞ്ഞല്ലോ എന്ന ഒരു പരിഭവമുണ്ട്. ട്രംപ് വന്നപ്പോൾ ആ പരിഭവത്തിന് പരിഹാരമാവുകയാണ്. അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് സൗദി ഭരണകൂടം താല്പര്യപ്പെടുന്നത്. ഇറാൻ എന്നും അസ്വസ്ഥതകളാണ് സൗദിക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം ഹൂതികളെ സഹായിക്കുന്നത് ഇറാനാണ്. ഹൂതികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരം സൗദി എണ്ണപ്പാടങ്ങൾക്ക് നേരെ, സൗദി ബിസിനസ് താല്പര്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. മാത്രമല്ല, സൗദി അറേബ്യക്ക് ഹിതകരമായ ഒരു ഭരണകൂടത്തെ മറച്ചിട്ടിട്ടാണ് ഹൂതികൾ സനായിൽ യമനിൽ അധികാരം പിടിച്ചെടുത്തത്. ഇതെല്ലാം തന്നെ സൗദി യമൻ ബന്ധങ്ങളെ മോശകരമായി ബാധിച്ചു. അതുകൊണ്ട് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഒരു നയമാണല്ലോ അബ്രഹാമിക കരാറുകൾ. അതായത് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട്
അവരുമായി വ്യാപാര ബന്ധത്തിൽ ഇടപെട്ടുകൊണ്ട് നോർമലൈസേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അറബ് കൺട്രീസ് ആൻഡ് ഇസ്രായേൽ. ഒന്നൊന്നായി അറബ് രാജ്യങ്ങൾ, അതിൽ UAE ഉണ്ട്, അതിൽ ബഹ്റൈൻ എന്ന രാജ്യമുണ്ട്, അതുപോലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മൊറോക്കോ എന്ന രാജ്യം, സുഡാൻ എന്ന രാജ്യം, ഇതെല്ലാം തന്നെ അബ്രഹാമിന്റെ പേരിൽ ആദ്യ പിതാവ് എന്ന യഹൂദനും അറബിക്കും ഒരുപോലെ ആദ്യ പിതാവ് എന്ന് അവർ കരുതുന്ന അബ്രഹാമിന്റെ പേരിൽ ചങ്ങാത്ത ഉടമ്പടികൾ ഒപ്പിടുകയാണ്. അടുത്ത ഊഴം സൗദി അറേബ്യയുടെയാണ്. അത് ട്രംപിന്റെ ശേഷം വന്ന ബൈഡന്റെ കാലത്ത് ഒക്ടോബർ 7, 2023 തൊട്ട് മുൻപ് ഒക്ടോബർ മാസം പകുതിയാകുമ്പോൾ കരാർ ഒപ്പിടാം എന്ന ധാരണ വന്നപ്പോഴാണ് ഒക്ടോബർ 7 മുമ്പ് ഹമാസിന്റെ ഭാഗത്ത് ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. അങ്ങനെ സൗദി അറേബ്യ കൂടി ഇസ്രയേലുമായി നിരപ്പിന്റെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ഇനി ആര് സംസാരിക്കും? സ്വതന്ത്ര പരമാധികാര പലസ്തീന് വേണ്ടി ആരാവും ശബ്ദമുയർത്തുക? സൗദി ഇനിയും ശബ്ദമുയർത്തില്ല. ആ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ 7 കാരണം തേടിയുള്ള യാത്രയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് സൗദിയുടെ ഈ ഒരു നിലപാടാണ്. അങ്ങനെ ഒക്ടോബർ 7 സംഭവിച്ചു. അതിനുശേഷം സൗദിക്ക് നിൽക്കകളില്ലാതായി. സൗദി അറേബ്യക്ക് ഒരിക്കലും ഹമാസിനെ പൂർണ്ണമായി തള്ളിപ്പറയാനാവില്ല, ഇസ്രയേലിനെ പൂർണ്ണമായി പരസ്യമായിട്ട് അംഗീകരിക്കാനാവില്ല, അവർ തമ്മിൽ കരാറില്ലല്ലോ. അതുകൊണ്ട് സൗദി അറേബ്യ മൗനം പാലിച്ചു. ഇനിയിപ്പോൾ സാഹചര്യങ്ങൾ മാറി. ഇസ്രയേലും ഹമാസും തമ്മിൽ ഏതാണ്ട് ധാരണയിലായി, ബന്ധു കൈമാറ്റം പരസ്പരം നടക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി അബ്രഹാമിക കരാർ, സൗദിയുമുള്ള അബ്രഹാമിക കരാർ പൊടി തട്ടിയെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് സൗദിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയേക്കാം. അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച $450 ബില്യൺ കരാർ പോലെ മറ്റൊരു $450 ബില്യൺ കരാർ കൂടി സൈനികമായി ഒപ്പിടാനുള്ള ഒരുക്കത്തിലാണ് സൗദി അറേബ്യ അമേരിക്കയുമായി. അത് മാത്രമല്ല, സൽമാൻ രാജകുമാരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സൗദി അറേബ്യക്ക് അമേരിക്കയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, അത് വാങ്ങലല്ല, ഇൻവെസ്റ്റ്മെന്റുകളാണ്, അത് കൂട്ടാനുള്ള, അത് വർദ്ധിപ്പിക്കാനുള്ള നയപരമായ തീരുമാനം സൗദി അറേബ്യ എടുത്തു കഴിഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ സൗദി അറേബ്യ ഇസ്രയേലുമായി ചങ്ങാത്തത്തിലായി കഴിഞ്ഞാൽ പടപടാന്ന് മറ്ററബ് രാജ്യങ്ങൾ, ചെറിയ ചെറിയ അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി ചങ്ങാത്ത കരാർ ഒപ്പിടും. പിന്നീട് പലസ്തീനിയൻ കോസ് വീണ്ടും അങ്ങ് ഉത്തരത്തിൽ കയറിയിരിക്കുമോ എന്നതാണ് ചോദ്യം. പക്ഷെ അങ്ങനെ വരില്ല. ഈ ഹമാസിന്റെ ആക്രമണം എത്ര ഹീനമാണ് എന്ന് പറഞ്ഞാലും അത് പാലസ്തീനിയൻ കോസിനെ ലോക രാഷ്ട്രീയത്തിൽ, ലോക ശ്രദ്ധയിൽ നിലനിർത്താൻ, കുറെ വർഷത്തേക്കെങ്കിലും കൂടെ നിലനിർത്താൻ അത് സഹായകരമാകും. ഇപ്പോൾ സൗദി ആലോചിക്കുന്നതും ഒരുപക്ഷെ ട്രംപിന്റെ മനസ്സിലുള്ളതുമായ ഒരു ആശയം കൂടി ഞാൻ പങ്കുവെച്ചോട്ടെ. അതെന്റെ ചിന്തയാണ്. അത് തെറ്റാകാം, ശരിയാകാം. പക്ഷേ ട്രംപ് ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം മുൻകൂട്ടി ഒരു രീതിയിൽ പ്രവചിച്ചു കൊള്ളട്ടെ. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ അടിമുടി ആയുധമണിക്കുകയാണ് അമേരിക്ക. ഇപ്പോൾ 200 പൗണ്ട് വെപ്പൺസ് ഇസ്രയേലിന് ട്രംപ് നൽകാമെന്ന് ബൈഡൻ തടഞ്ഞു വെച്ച ആയുധ സപ്ലൈ, ബോംബുകളും ഗൺസും എല്ലാം ചേർന്ന് 200 പൗണ്ട് സ്ഫോടനങ്ങൾ, അതായത് ഈ എക്സ്പ്ലോസീവ്സിന്റെ സെയിൽ ഇപ്പോൾ ഉടമ്പടി ഇസ്രായേൽ അവിടെ പൈസ കൊടുത്ത് വെച്ചിരുന്നതാണ്, പണം കൊടുത്ത് വെച്ചിരുന്നതാണ്. അത് റിലീസ് ചെയ്യാൻ ഉടനടി സാധ്യമാക്കാൻ ട്രംപ് തീരുമാനിച്ചു. അപ്പം ഇസ്രയേലിന് ആയുധങ്ങൾ തുടർന്നും അമേരിക്ക നൽകും, അക്കാര്യത്തിൽ ഒരു ധാരണയായി. പക്ഷേ ഇസ്രയേലിന് ആയുധങ്ങൾ നിരന്തരം ഹമാസിനെതിരെയായിട്ട്, ഹിസ്ബുള്ളക്കെതിരെയായിട്ട്, മറ്റു രാജ്യങ്ങൾക്കെതിരെയായിട്ട് പ്രയോഗിക്കുന്നതിന് ഒരുപക്ഷെ ട്രംപിന്റെ കർശനമായ വിമർശനവും ഉണ്ടാകും. ട്രംപ് ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം സൗദിയുടെ ഭാഗത്ത് നിന്ന് ആ പ്രപ്പോസൽ വരികയും, സൗദിയുമായുള്ള അമേരിക്കയുടെ ബിസിനസ് ഇൻട്രസ്റ്റ് നന്നാക്കണം, അതിന് അമേരിക്കയ്ക്കാണ് പ്രയോജനം, സൗദിക്കും പ്രയോജനമുണ്ട്, സൗദി അറേബ്യയുടെ പ്രപ്പോസലായിട്ട് വരണം. അത് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് അല്ല, സൗദിയുടെ പ്രപ്പോസലായി വരികയും അങ്ങനെ സ്വതന്ത്ര പരമാധികാര പലസ്തീൻ, അവർ പറയുന്നത്, സൗദി ഇപ്പോൾ പറയും കിഴക്കൻ ജെറുസലേം, അതല്ല ജെറുസലേം എന്ന നഗരം പൂർണ്ണമായി കേന്ദ്രീകൃതമായി ജെറുസലേം തലസ്ഥാനമായി വെസ്റ്റ് ബാങ്കും ഗാസയും ജെറുസലേമും, കിഴക്കൻ ജെറുസലേമും തീരും. ജെറുസലേമിന് മറ്റു ഭാഗങ്ങൾ കിട്ടില്ല, അത് ഇസ്രായേലി സാന്നിധ്യമാണ്. കിഴക്കൻ ജെറുസലേം അവിടെ അറബ് ജനത ഏറെയുള്ള, പലസ്തീനിയൻ ജനത ഏറെയുള്ള സ്ഥലമാണ്. അവിടെയുള്ള ഇസ്രായേലി അധിനിവേശം അവസാനിപ്പിക്കുകയും കിഴക്കൻ ജെറുസലേം കേന്ദ്രമാക്കി ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്നത് ട്രംപ് ഭരണകൂടം അവസാനിക്കുന്നതിന് മുമ്പ് അടുത്ത 4 വർഷത്തിനുള്ളിൽ 2029 മുൻപിൽ സാധ്യമാവുകയും ചെയ്താൽ ട്രംപിനും, അതായത് അമേരിക്കയ്ക്കും സൗദി അറേബ്യയ്ക്കും ഒരുപോലെ തന്നെ
അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കും. പക്ഷെ അതിന് ഇസ്രയേലും കൂടെ കനിയണം. അതിന് ചില ഗ്യാരണ്ടീസ് ആണ് വേണ്ടത്. ആ ഗ്യാരണ്ടീസ് നൽകാൻ ആർക്കാവും? അത് അമേരിക്കയ്ക്ക് മാത്രമല്ല, സൗദിക്കും ചില ഗ്യാരണ്ടീസ് നൽകാനാവണം. സൗദി വിൽ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ ഹമാസ് ഇൻട്രസ്റ്റ്. അപ്പൊ പുതിയ രാജ്യം വന്നാൽ അത് സമാധാനപരമായി ആ പലസ്തീനിയൻ രാജ്യം ഇസ്രയേലുമായി സഹവസിക്കണം. അല്ലാതെ നിരന്തരം തട്ടിയും മുട്ടിയും യുദ്ധം ചെയ്തും തീവ്രവാദ ആക്രമണം നടത്തിയും ജീവിക്കാനാവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഫോർമുല മൂശയിൽ ഉരുത്തിരിയുന്നതായി ഒരു ഏർലി സൂചനകളാണ് ലഭിക്കുന്നത്. ട്രംപിന്റെ ബിസിനസ് താല്പര്യങ്ങൾ, ട്രംപിന് പണമാണ്, എല്ലാം പണമാണ്. എങ്ങനെയെങ്കിൽ കമന്ന് വീണാൽ കാൽപ്പണം ലഭിക്കണം. സൗദി അറേബ്യയിൽ നിന്നും ലഭിക്കാനുള്ള ഓർഡറുകൾ, സൗദിയുടെ നിക്ഷേപങ്ങൾ, ഇതൊക്കെ തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ഇത് ട്രംപിനറിയാം. അപ്പൊ അങ്ങനെ സൗദി അറേബ്യയിലുള്ള ചങ്ങാത്തം ഒരുപക്ഷെ അമേരിക്ക ഉപയോഗപ്പെടുത്തി അക്കരാറിലേക്ക്, എല്ലാവരും പ്രതീക്ഷിക്കുന്ന സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന കരാറിലേക്ക് ഒരു പടി കൂടി അടുത്തുകൊണ്ട്, ഇപ്പോൾ അത് ഉട്ടോപ്യനാണ്, പൂർണ്ണമായി അസാധ്യം അല്ലെങ്കിൽ ഉട്ടോപ്യൻ എന്ന നിലയിലാണ് കാണുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു അത് സമ്മതിക്കില്ല, 100 വട്ടം കട്ടായം. പക്ഷേ ഇസ്രയേലി ഭരണകൂടവും മാറും, ഇസ്രയേലും കുറച്ചുകൂടെ ആലോചിക്കും, ഇസ്രയേലിനും സമാധാനപരമായി നിലനിൽക്കണം, ആത്യന്തികമായി പലസ്തീൻ വിഷയം അവസാനിക്കണം. എങ്കിൽ മാത്രമല്ല ഇസ്രയേലിനും സ്വതന്ത്രമായി നിൽക്കാനാവൂ. അത് ആ ജനതയും ആഗ്രഹിക്കും. എത്ര തീവ്ര വികാരങ്ങൾ ഉണ്ടെങ്കിലും പലസ്തീനിയൻസിന്റെ ഭൂമി പലസ്തീനിയൻസിന് കൊടുക്കേണ്ടത് തന്നെയല്ലേ? അതുകൊണ്ട് ആ തീരുമാനം വന്നാലും അത്ഭുതപ്പെടാനില്ല. അതിന് നിർണായകമായ ഒരു റോള് വഹിക്കാൻ സൗദി അറേബ്യക്ക് കഴിയും. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ ബിസിനസ് ബുദ്ധി തന്നെയായിരിക്കും.